ഞാനൊരു 5-8 ലക്ഷം രൂപയൊക്കെ മുടക്കി ഒരു ചെറിയൊരു ബേക്കറി തുടങ്ങി പടുതല ജംഗ്ഷനിൽ. സത്യം പറയാനില്ല, ഇതിനെക്കുറിച്ച് ABCD അറിയാതെ ഒരു കട എടുത്തു, കണ്ടു, റോഡ് സൈഡാണ്, ഇഷ്ടംപോലെ ബൈക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ വരെ പോകുന്നു. അപ്പൊ ഈ പോണ ബൈക്കിന്റെ ഒരു 10% നിർത്തിയാൽ ഞാൻ രക്ഷപ്പെട്ടു. അതാണ് എൻ്റെ സംഭവം. അപ്പൊ ബേക്കറി തുടങ്ങി, ഒറ്റ മനുഷ്യൻ കയറിയില്ല. ആദ്യത്തെ ഒരു ഭംഗിക്ക് വേണ്ടി കുറെ കുടുംബക്കാർ വരുമല്ലോ, 1/2 കിലോ അരിവ, മറ്റേ ലഡു, അങ്ങനെ അത് മാത്രം പിന്നെ വന്നിട്ടില്ല അവർ. കാരണം എന്തുമായതുകൊണ്ട് കയറിയതാ. പിന്നെ ഞാൻ ഈ രാവിലെ തുറന്നിരിക്കും, ബൈക്ക് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കും. എൻ്റെ പെടലി ഇടറിയതല്ലാതെ ഒരെണ്ണം നിർത്തില്ല. സ്ട്രൈറ്റ് റോഡായതുകൊണ്ട് ഈ സൈഡ് തിരിഞ്ഞ് നോക്കൂല, കത്തിച്ച് പോകാം. അങ്ങനെ നോക്കിയപ്പോൾ ഈ ബേക്കറി കൂട്ടി. അപ്പൊ ഇനി എന്തായാലും പെട്ടെന്ന് കൂട്ടാൻ എന്തെങ്കിലും കൂടി തുടങ്ങണമല്ലോ. ചീത്തയാവാത്ത സാധനത്തിന്റെ കച്ചവടം തുടങ്ങാൻ തരും. അതെ, ചീഞ്ഞു പോകാത്ത സാധനം. പപ്സ് ആകുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ കുറച്ച് തുണിത്തരങ്ങൾ കയറ്റാം. ഞാനൊരു ചെറിയ ടെക്സ്റ്റൈൽസ് ആക്കി. ബേക്കറി എത്രയും 2 ദിവസം കൊണ്ട് ടെക്സ്റ്റൈൽസിലായി. കടക്കാർ വന്നിട്ട് ഇത് എന്തെങ്കിലും ബേക്കറി ആയിരുന്നില്ല, ഞാൻ അതൊക്കെ കൊണ്ടുപോയി അലുവായി അതൊക്കെ ഉറുമ്പെടുത്തിട്ട് പോയി. ബേക്കറിയുടെ ഇങ്ങനെ ഇരിക്കുന്ന ഫ്രണ്ടിൽ ഇരിക്കുന്ന ചില്ലുകൂടില്ലേ, അതിനകത്ത് ഷർട്ട്, സത്യം ഭരണിയിലൊക്കെ ഷഡ്ഡി. അലുമിനിയത്തിന്റെ ഇത്ര ഉള്ളൊരു ട്രേ ഉണ്ട് ലഡു വെക്കുന്നത്. ഞാൻ നോക്കുമ്പോ അതിനകത്ത് ജീൻസ് വെച്ചിട്ട് ചേട്ടാ ജീൻസ് കാണിച്ചെന്ന് പറഞ്ഞാൽ ട്രേയിൽ ഇട്ടിട്ടാ ജീൻസ് കാണിച്ചു തരുന്നെങ്കിൽ ലഡു എടുത്തു കൊടുക്കുന്ന സാധനമല്ലേ, ഇങ്ങനെ പിടിച്ച് ഇറക്കി എടുത്ത് കൊടുക്കുന്നത്, അതിനാണ് ഷഡ്ഡിയൊക്കെ എടുത്ത് കൊടുക്കുന്നത്. കറക്റ്റ്. എന്നിട്ട് ഈ അവസ്ഥ തന്നെ, ബൈക്കുകാർ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഞാൻ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, ഒരെണ്ണം നിർത്തണില്ല. എങ്ങനെ നിർത്താൻ പറ്റും? നമ്മൾ തോറ്റ് പിന്മാറാൻ പാടില്ലല്ലോ. എങ്ങനെ നിർത്താൻ പറ്റുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഐഡിയ, ഈ കുറഞ്ഞ ചിലവിലുള്ള ജീൻസ് ഉണ്ട്, അത് കുറച്ച് ഇറക്കിയാലോ. എൻ്റെ സാധാരണ ജീൻസ് പറഞ്ഞാൽ 600-900 രൂപയ്ക്കാണ്. അത് മാഡം മേടിക്കൂല. 200 രൂപക്ക് ജീൻസ്. ഞാൻ എറണാകുളത്ത് വന്നിട്ട് ഈ സെക്കൻഡ് ഹാൻഡിൽ വിൽക്കുന്ന ഒരാളുണ്ട്, അയാൾക്ക് പോയിട്ട് ചേട്ടാ ഒരു 500 ജീൻസ് വേണം. 500 ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എത്രക്ക് വരെ 110 രൂപക്ക് മോന് തരാം എന്ന് പറഞ്ഞ് 110 രൂപക്ക് ഞാൻ എറണാകുളത്ത് ഒന്ന് കാറ് ഒന്ന് കുറേ ജീൻസ് എടുത്തോണ്ട് പോയിട്ട് കടയിൽ കൊണ്ടുപോയി വെച്ചിട്ട് 200 രൂപയുടെ ഒരു പോസ്റ്റർ അടിച്ച് ജീൻസുകൾ 200 ഒട്ടിച്ചു വെച്ച്. അതായത് ബൈക്കുകാരും വരുമ്പോൾ കാണണം, 6 ഒട്ടി വെച്ചേക്കുവാ. രാവിലെ പോയപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല. 3:30 മണിയായപ്പോൾ തിരിച്ച് ഓപ്പോസിറ്റിനടുത്താണല്ലോ ബോട്ട്. ഒരാൾ കണ്ട് ജീൻസ് വമ്പിച്ച വില കുറവ് 200, ഒന്ന് ചവിട്ടി. ഒരാൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ കടയെ കണ്ടിട്ട് നിർത്തിയിട്ട് എന്നിട്ട് പറയും ഇതെപ്പോൾ തുടങ്ങിയിട്ടാ ഈ കടയിൽ? ഞാൻ പറഞ്ഞ 6 മാസമായി. അയ്യോ ഞാൻ കണ്ടില്ലല്ലോ, നിങ്ങൾ തിരിഞ്ഞു നോക്കണം, നല്ല കാണുള്ളൂ. അയാൾ വാങ്ങിക്കുന്നു, 200 രൂപക്ക് വാങ്ങിക്കുന്നു. ഇയാൾ നിർത്തണം കണ്ടപ്പോൾ വേറൊരാളൊന്ന് നിർത്തി, അയാൾ മേടിക്കുന്നു. ഒരു 1/2 മണിക്കൂർ കൊണ്ട് എൻ്റെ കടയുടെ മുമ്പിൽ 10-45 ബൈക്ക്. അതുവരെ ഒരു ഈച്ചക്കാളി പോലില്ലാത്ത കടയിൽ ആളും കൂടി ബഹളം. ഞാൻ ഭയങ്കര കച്ചവടം. ഒരാഴ്ച ഭയങ്കര കച്ചവടം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കംപ്ലൈൻറ്റിൻ്റെ പ്രവാഹം തുടങ്ങി. ഞാൻ കടയിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് മേടിച്ച ആൾ വന്നിട്ട് ചതിയാണ് കേട്ടാ ചെയ്തത്. ഞാൻ പറഞ്ഞു എന്ത് കേട്ടാ? മഴ പെയ്ത് വെള്ളം നനഞ്ഞപ്പോഴേ പുള്ളി കല്യാണ വീട്ടിൽ ചെന്ന് ഷർട്ട് ഇൻ ചെയ്തൊന്ന് ഊരിയിട്ടതാ. ഈ ഇൻ ചെയ്ത ഭാഗത്ത് ഈ ഉള്ളിൽ പോയി മാത്രം നീല ഷർട്ട്, ഇവിടെ വെള്ളയും ഇവിടെ മൊത്തം നീല. കാരണം ജീൻസിന്റെ കളറിളകി പുള്ളി കല്യാണ വീട്ടിൽ കോമാളിയായി. വേറൊരാൾ വന്നേക്കണ്, ഒരു ബംഗാളി, ഒരു ജീൻസും മേടിച്ചോണ്ട് പോയിട്ട് 2 എണ്ണം ആയിട്ട് കൊണ്ടുവന്നേക്കണം. ഒരെണ്ണം മേടിച്ചോണ്ട് പോയിട്ട് 2 എണ്ണം കൊണ്ടുവന്നേക്കണ്. അത് 2 ഇത് പീസായി പോയെന്ന്. ഒരു കാലമായിട്ട് വന്നേക്കണം. ഞാൻ പറഞ്ഞു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ പുള്ളി ചേട്ടാ ഞാൻ ജീൻസ് മലയാളത്തൊക്കെ ഇട്ട് ബൈക്കില് ഇങ്ങനെ കേറി, അപ്പോ 2ആയി പോയി. ഒറ്റ നൂലിലടിക്കണ ജീൻസാണേ, ഒറ്റ നൂലിലടിക്കണ സമയത്ത് ഇങ്ങനെയൊക്കെ കയറിയ വലിയ രക്ഷയുണ്ട. ഞാൻ പറഞ്ഞു നോ, ബൈക്കിൽ കയറ്റം, ഉള്ളി സ്ലോ ആക്കി.